Hello guys, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. Our topic today is how to negate sentences in German using kein and nicht. നമുക്കറിയാവുന്നതുപോലെ ജർമ്മൻ ഭാഷയിൽ ഒരു കാര്യം നെഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കൈൻ ആൻഡ് നിഷ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ കൈൻ ആൻഡ് നിഷ്ട്. ഒരു നൗണിനെ നമുക്ക് എങ്ങനെ കൈൻ ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ നിഷ്ട് യൂസ് ചെയ്യുന്നത്, നിഷ്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Our first topic is what is the difference between kein and nicht. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജർമ്മൻ ഭാഷയിലെ ഓരോ കാര്യങ്ങളും നെഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കൈൻ അല്ലെങ്കിൽ നിഷ്ട്. കൈൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നൗൺസ് അല്ലെങ്കിൽ ഓരോ തിങ്സിനെ നെഗേറ്റ് ചെയ്യാനാണ്. ഇതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇഷ് ഹാബ് എ കൈൻ ബുക്ക്, മീൻസ് ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്. ഒരു തിങ് അല്ലെങ്കിൽ ഒരു നൗൺ നമ്മുടെ കയ്യിലില്ല എന്ന് നമ്മൾ ഇഷ് ഹാബ് എ ഐൻ ഔട്ടോ, ആ ഐൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇഷ് ഹാബ് എ കൈൻ ഔട്ടോ. ഇങ്ങനെ നൗൺസിനെ നെഗേറ്റ് ചെയ്യാനാണ് നമ്മൾ കൈൻ ഉപയോഗിക്കുന്നത്. ഇതിനുള്ള മറ്റൊരു എക്സാമ്പിളാണ് ഇഷ് ഹാബ് എ കൈനൻ കൂലി, ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഇനി നമ്മൾ നിഷ്ട് യൂസ് ചെയ്യുമ്പോൾ നിഷ്ടിൻ്റെ മീനിങ് വരുന്നത് നോട്ട് എന്നാണ്. നിഷ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെർബ്സിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഫുൾ സെൻറ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ഐഡിയ, നമ്മുടെ ഒരു ചിന്താരീതി, ഇതൊക്കെ നെഗേറ്റ് ചെയ്യാനാണ് നിഷ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ഇഷ് ബിൻ നിഷ്ട് മ്യൂഡെ, മീൻസ് ഐ ആം നോട്ട് ടയേർഡ്. നമ്മൾ നിഷ്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആക്ഷൻസിനെയും നെഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനുള്ള ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ഇഷ് ഗേ നിഷ്ട് സുവർ ഷൂളെ, ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ. ഇപ്പോൾ എല്ലാവർക്കും കൈനും നിഷ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒരു ബേസിക് ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി ഒരു ചെറിയ ടിപ്പ് തരാം. യൂസ് കൈൻ ഫോർ തിങ്സ്. ഒരു നൗണിനെ നെഗേറ്റ് ചെയ്യാൻ നേരത്ത് കൈനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഒന്ന് ഓർത്തെടുത്താൽ മതി. The next one, use nicht for actions, descriptions or entire ideas. Okay, let's begin our video. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് എക്സാമ്പിൾസ് ഓഫ് നെഗേഷൻ വിത്ത് കൈൻ. The first example is she drank keinen Kaffee, means she doesn't drink coffee. ഇവിടെ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കാഫേ. കൈനൻ വെച്ചാണ് നമ്മൾ ഇവിടെ ഇത് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇഷ് ഹാബ് എ കൈൻ ഔട്ടോ, മീൻസ് ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നൗൺ ഔട്ടോ ആണ്, അതൊരു നോയിട്ടർ നൗൺ ആണ്. ദ നെക്സ്റ്റ് വൺ, എർ കൗഫ്റ്റ് കൈൻ ബ്രോട്ട്, മീൻസ് ഹി ഡസൻറ്റ് ബൈ ബ്രെഡ്. ഈ സെൻറ്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നൗൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബ്രോട്ട് എന്ന വേർഡാണ്. അത് നോയിട്ടറാണ്, അക്യുസാറ്റീവ് ആണ്. അപ്പോൾ അവിടെ കൈൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദു ഹാസ്റ്റ് കൈനെ സൈറ്റ്, മീൻസ് യു ഡോണ്ട് ഹാവ് ടൈം. ഇവിടെ നൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സൈറ്റ് എന്നതാണ്. അതൊരു ഫെമിനിൻ നൗണാണ്. അക്യുസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ എന്താണ്, കൈനെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദസ് ഈസ് കൈൻ പ്രോബ്ലം, മീൻസ് ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അടുത്തതാണ് എസ് ഗിഫ്റ്റ് ഹിയർ കൈനെ ഷൂളെ, ദർ ഈസ് നോ സ്കൂൾ ഹിയർ. ദ നെക്സ്റ്റ് വൺ, ഇഷ് ഫിൻഡെ കൈനൻ ഷൂസൽ, means I can't find any key. The next one, she had keine Lust, means she doesn't feel like it. Next one, wir machen keinen Fehler, means we are not making a mistake. ഈ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നൗൺ ഫെയിലർ മീൻസ് മിസ്റ്റേക്ക്, അതൊരു മസ്കുലിൻ നൗൺ ആണ്. അക്യുസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ നമ്മൾ കൈനനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, the next one, er hat kein Geld, means he has no money. The noun used here is Geld and it's a neuter noun, accusative case. The next one, ich bekomme keinen Brief, means I don't receive a letter. The next, sie kauft kein neues Kleid, she doesn't buy a new dress. അടുത്തതാണ് wir haben keinen Hund, we don't have a dog. The noun is Hund and it's a masculine noun, and in accusative case we use keinen. The next one, du hast keine Fragen,
You don't have any questions. Here the noun is fragen. ഇതൊരു ഫെമിനീൻ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് കൈനെ ഫ്രാഗൻ എന്നാണ്. അടുത്തതാണ് ഇഷ് ഹ്യൂറെ കൈനെ മ്യൂസിക്. ഐ ഡോണ്ട് ലിസൺ ടു മ്യൂസിക്. ദ നെക്സ്റ്റ് വൺ ഹാറ്റ് കൈനെ ഫ്രോയിൻഡെ. ഹി ഹാസ് നോ ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രോയിൻഡെ മീൻസ് ഫ്രണ്ട്സ്. ഇതൊരു മസ്കുലീൻ പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് കൈനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് സി ബ്രൗഹൻ കൈൻ ടിക്കറ്റ് മീൻസ് ദേ ഡോണ്ട് നീഡ് എ ടിക്കറ്റ്. ദ നെക്സ്റ്റ് വൺ ദസ് ഇസ്റ്റ് കൈൻ ഗുട്ടർ പ്ലാൻ. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് പ്ലാൻ. ഹിയർ ദ നൗൺ ഈസ് പ്ലാൻ ആൻഡ് ഇറ്റ്സ് എ മസ്കുലീൻ noun and in nominative case we use kein. The next one, we are drinking keinen wine means we don't drink wine. Here the noun is wine and it's a masculine noun and accusative case, so we use keinen. The next one, kauft keinen Apfel means he doesn't buy an apple. ഇപ്പോൾ നമ്മൾ കൈൻ ഉപയോഗിച്ചൊരു വാക്ക് ഒരു നൗൺ എങ്ങനെ നെഗേറ്റ് ചെയ്യാമെന്നുള്ളതിന് 20ഓളം എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കൈൻ എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ. മസ്കുലീൻ, ഫെമിനീൻ, ന്യൂട്രൽ കേസുകളിലാണ് കൈൻ, കൈനെ, കൈനൻ എന്നൊക്കെ മാറ്റം വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് നിഷ്ട് ഉപയോഗിച്ച് എങ്ങനെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് നെഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനുള്ള ആദ്യത്തെ ഉദാഹരണമാണ് വി ആർ കൊമ്മൻ മോർഗൻ നിഷ്ട്. വി ആർ നോട്ട് കമ്മിങ് ടുമാറോ. ഇവിടെ നമ്മൾ മോർഗൻ എന്ന വെർബിനെയാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇഷ് സേ ദസ് നിഷ്ട്. ഐ ഡോണ്ട് സീ ദാറ്റ്. ഇവിടെ വെർബായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സേൻ ആണ്. ദ നെക്സ്റ്റ് വൺ, arbeitet heute nicht. He is not working today. The verb is arbeitet. Next one, sie spricht Deutsch nicht gut. She doesn't speak German well. ഇവിടെ ഗുഡ് എന്ന അഡ്വർബാണ് നമ്മൾ നിഷ്ട് ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദസ് ഈസ്റ്റ് നിഷ്ട് മൈനെ ടാഷെ മീൻസ് ദാറ്റ് ഈസ് നോട്ട് മൈ ബാഗ്. ഇവിടെ നമ്മൾ മൈനെ ടാഷെയാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, സ്പ്രിഷ്ട് നിഷ്ട് ലൗഡ്. ഹി ഡസൻറ്റ് സ്പീക്ക് ലൗഡ്ലി. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അഡ്വർബ് ലൗഡ് എന്നതാണ്. അതാണ് നമ്മളിവിടെ നിഷ്ട് ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദു ഫെർസ്റ്റേസ്റ്റ് മിഷ് നിഷ്ട്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. ഇവിടെ നമ്മൾ ഫെർസ്റ്റേൻ എന്ന വെർബാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സി ഈസ്റ്റ് നിഷ്ട് സു ഹൗസെ. ഷീ ഈസ് നോട്ട് അറ്റ് ഹോം. ഇവിടെ നമ്മൾ സു ഹൗസെ എന്ന ഫ്രേസ് ആണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, കാഫെ ഷ്മെക്റ്റ് മിയർ നിഷ്ട്. ഐ ഡോണ്ട് ലൈക്ക് ദ ടേസ്റ്റ് ഓഫ് കോഫി. ഇവിടെ നമ്മൾ ഷ്മെക്കൻ എന്ന വെർബാണ് നിഷ്ട് ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സി ബ്ലൈബ്റ്റ് നിഷ്ട് ലാങ്ങെ. ഷീ ഈസ് നോട്ട് സ്റ്റേയിങ് ലോങ്. ഇവിടെ നമ്മൾ ലാങ്ങെ എന്ന അഡ്വർബാണ് നിഷ്ട് ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, എസ് റേഗ്നെറ്റ് ഹോയിറ്റെ നിഷ്ട്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ടുഡേ. ഇവിടെ നമ്മൾ റേഗ്നെൻ എന്ന വെർബാണ് നിഷ്ട് ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇഷ് ബിൻ നിഷ്ട് മ്യൂഡെ മീൻസ് ഐ ആം നോട്ട് ടയേർഡ്. ഇവിടെ നമ്മൾ മ്യൂഡെ എന്ന അഡ്ജക്റ്റീവാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ദസ് കിൻഡ് ഷ്ലേഫ്റ്റ് നിഷ്ട്. ദ ചൈൽഡ് ഈസ് നോട്ട് സ്ലീപ്പിംഗ്. ഇവിടെ നമ്മൾ ഷ്ലാഫൻ എന്ന വെർബാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദസ് സ്റ്റിംഡ് നിഷ്ട്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഓർഡർ. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഇവിടെ നമ്മൾ സ്റ്റിമ്മൻ എന്ന വെർബാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇഷ് എസ് എ ഫ്ലൈഷ് നിഷ്ട് ഗേൻ. ഐ ഡോണ്ട് ലൈക്ക് ഈറ്റിംഗ് മീറ്റ്. ഇവിടെ നമ്മൾ ഗേൻ എന്ന അഡ്വർബാണ് ഇവിടെ നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ദു ബിസ്റ്റ് നിഷ്ട് പ്യുങ്ക്ലിഷ് മീൻസ് യു ആർ നോട്ട് പങ്ക്ച്വൽ. ഇവിടെ നമ്മൾ പ്യുങ്ക്ലിഷ് എന്ന അഡ്ജക്റ്റീവാണ് നിഷ്ട് ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹ്യോർട്ട് മിഷ് നിഷ്ട്. ഹി ഡസൻറ്റ് ഹിയർ മീ. ഇവിടെ നമ്മൾ ഹ്യോറൻ എന്ന വെർബാണ് നിഷ്ടിലൂടെ നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സി സിങ്ഡ് നിഷ്ട് ഗുഡ്. ഷീ ഡസൻറ്റ് സിങ് വെൽ. ഇവിടെ നമ്മൾ ഗുഡ് എന്ന അഡ്വർബാണ് നിഷ്ടിലൂടെ നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ദസ് ഹൗസ് ഈസ് നിഷ്ട് ഗ്രോസ്. ദ ഹൗസ് ഈസ് നോട്ട് ബിഗ്. ഇവിടെ നമ്മൾ ഗ്രോസ് എന്ന അഡ്ജക്റ്റീവാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇഷ് ഗേ നിഷ്ട് സുവർ ആർബൈറ്റ്. ഐ ആം നോട്ട് ഗോയിങ് ടു വർക്ക്. ഇവിടെ നമ്മൾ ഗേ സുവർ ആർബൈറ്റ് എന്ന വെർബ് ഫ്രേസ് ആണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിഷ്ട് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ. ഇതിനും നമ്മൾ വളരെയധികം എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്താണ് നെഗേറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു നൗണാണോ, അഡ്ജക്റ്റീവാണോ, അഡ്വേർബാണോ, ആക്ഷനാണോ, അതോ നമ്മുടെ ഐഡിയയാണോ? ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൈൻ ഓർഡർ നിഷ്ട് യൂസ് ചെയ്യാൻ. കൈൻ അല്ലെങ്കിൽ നിഷ്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഇനി പറയാൻ പോകുന്നത്. കൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, കൈൻ ആൻഡ് നൗൺ. നൗണിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും കൈൻ വരുന്നത്. ഓരോ ജെൻഡറിനും അനുസരിച്ചായിരിക്കും കൈൻ, കൈനെ, കൈനൻ എന്ന രീതിയിൽ മാറ്റം വരുന്നത്. ഇനി നമ്മൾ നിഷ്ട് ഉപയോഗിക്കുമ്പോൾ നിഷ്ട് ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും നോർമലായിട്ട് വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇഷ് ആർബൈറ്റെ ഹോയ്റ്റെ നിഷ്ട് വിയർ കൊമ്മൻ മോർഗൻ നിഷ്ട്. ഇനി അതല്ല ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്വേർബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെയും അഡ്വേർബിൻ്റെയും തൊട്ട് മുൻപായിട്ട് വേണം നിഷ്ട് ഉപയോഗിക്കാൻ. ഇതിനുള്ള എക്സാമ്പിളാണ് എർ ഇസ്റ്റ് നിഷ്ട് മ്യൂഡെ ആൻഡ് സീ സ്പ്രിഷ്ട് നിഷ്ട് ലൗട്ട്. ഇനി നമ്മൾ നിഷ്ട് ഉപയോഗിക്കുന്നതിലൂടെ ഒരു സെൻറ്റൻസിലെ സ്പെസിഫിക് പാർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷണൽ ഫ്രേസ് ആണ് നെഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ്, വെർബ്, നിഷ്ട്, പ്രൊപ്പോസിഷണൽ ഫ്രേസ്. ഇതിനുള്ള എക്സാമ്പിളാണ് ഇഷ് ഗേ നിഷ്ട് സുവർ ആർബൈറ്റ്. ഇനി ഒരു ഫുൾ സെൻറ്റൻസ് ആണ് നിഷ്ട് ഉപയോഗിച്ച് നെഗേറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ആൻഡ് അറ്റ് ദ എൻഡ് യൂസ് നിഷ്ട്. ഇതിനുള്ള എക്സാമ്പിളാണ് ദസ് സ്റ്റിംഡ് നിഷ്ട്. അപ്പോൾ കൈൻ ഓർഡർ നിഷ്ട് എവിടെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ഓക്കെ, ബിസ് ബാൾഡ്, ചൂസ്.